ഒരു സോൾ ഇവോൾവായി സുപ്രീം സോൾ ഓർ ഗോഡിലേക്ക് മെർജ് ആവുമോ, അതോ കുറേ പാരലൽ ഗോഡ്സ് ആവുമോ? കാരണം സത്യത്തിന് പല 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 ഡയമെൻഷൻസ് ഉണ്ടെന്ന് പറയാം. അപ്പം ആദ്യത്തെ തന്നെ വളരെ ബേസിക്കായിട്ട് ആൾക്കാർക്ക് മനസ്സിലാവുന്നതിനാണ് പിക്ചോറിയൽ. ദൈവം എന്ന് പറഞ്ഞ ഒരാളാണ്, ഒരു വലിയൊരു രൂപമാണ്, ആ രീതിയിലൊക്കെ. പിന്നെ കുറച്ചുകൂടി കഴിയുമ്പോൾ രൂപമില്ല, എനർജിയാണ്, വെളിച്ചമാണ്, ആ രീതിയിൽ അങ്ങനെ അങ്ങനെ നമ്മൾ അപ്ഗ്രേഡ് ആവും. അപ്പോൾ അതിന് ഡീപ്പർ ടീച്ചിങ്സ് പറയാച്ചുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു യുണീക്നെസ് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ നമ്മൾ പറയും, ഇപ്പം നിങ്ങൾ ഫോർത്ത് ഇനീഷ്യേഷൻ, എൻലൈറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഹോളി മാസ്റ്റർ ആ ലെവലിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ വണ്ണസ് എല്ലാം ഒന്നാണ് എന്നൊക്കെ ആ ഒരു സംഭവം പറയുന്നുണ്ടെങ്കിൽ കൂടി അവിടെയും നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. ഓക്കെ, നിങ്ങൾക്കൊരു സ്പെസിഫിക്, കാരണം നിങ്ങൾക്കൊരു സ്പെസിഫിക് കോൺഷ്യസ്നസ് നിങ്ങൾക്ക് തന്നെ ഉണ്ട്. പക്ഷേ ഈ ഒരു വണ്ണസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുമോ, ഫീൽ ചെയ്യാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവിൽ നമ്മൾ പറയാച്ചുണ്ടെങ്കിൽ നമ്മൾ വേണമെങ്കിൽ ഗോഡിലേക്ക് ലയിക്കുന്നു എന്നൊക്കെ, അതൊക്കെ ഒരു ഞാൻ പറഞ്ഞില്ല, അതൊക്കെ നിങ്ങൾ സ്പിരിച്വൽ ലെവലിൽ ഒരു സ്റ്റേജിലെത്തുമ്പോഴുള്ള ട്രൂത്താണ്. അങ്ങനത്തെ സമയത്ത് പറയുന്ന ഒരു സമയമാകുന്ന സമയത്ത് നമ്മൾ വണ്ണസിലേക്ക് എത്തി നിർവ്വാണം എന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ കഥ അവിടെയും അവസാനിക്കുന്നില്ല എന്നാണ് സത്യം. അതിനെയും മുകളിലേക്ക് ഇനീഷ്യേഷൻസ് ഒരുപാട് പോകുന്നുണ്ട്, ഒരുപാട് എവല്യൂഷൻ, ഒരുപാട് കാര്യങ്ങൾ പിന്നെയും കിടക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ പോയിന്റ് ഓഫ് വ്യൂ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം. ഇത് നമ്മൾ ഒരു പോയിന്റ് എത്തുന്ന സമയത്ത് നമ്മൾ എവിടെ നിന്നാണോ വന്നത് അവിടേക്ക് തന്നെ നമ്മൾ എത്തുകയാണ്. അതിലൂടെ നമുക്ക് മോക്ഷം ലഭിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ മോക്ഷമാണോ അവസാനത്തെ ഒരു എൻഡ് ഗെയിം എന്ന് ചോദിച്ചാൽ അല്ല. അവിടെ നിന്നും അത് മോക്ഷം, ഈ പറയുന്ന മോക്ഷം എന്നൊക്കെ പറഞ്ഞാൽ വളരെ ആ ഒരു ഹയർ പെർസ്പെക്റ്റീവ് വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ ചെറിയൊരു ബേബി സ്റ്റെപ്പ് മാത്രമാണ്. അപ്പോൾ കഥ ഇനിയും ഒരുപാടുണ്ട്.